ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ചില ദിവസങ്ങൾ ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വേർതിരിക്കേണ്ടി വന്നതിനാൽ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. തുടർന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. യൗവനക്കാരെ ഓർത്ത് വളരെ ഭാരം എനിക്കുണ്ട്. എനിക്ക് 2 യൗവനക്കാരായ മക്കളുണ്ട്. യുവജനങ്ങൾ നശിച്ചു പോകുന്നത് കാണുമ്പോൾ 25, 35, 40 വയസ്സിനിടയിലുള്ള യുവജനങ്ങൾ വെട്ടും കുത്തും കൊലയും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് അതിനൊക്കെ അടിമപ്പെട്ട് അനവധി ക്രൂരകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത് കാണുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട്. ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് വർദ്ധിച്ചു വരുന്നതല്ലാതെ ഭരണ സംവിധാനങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നലെ മുൻ DGP ആയിരുന്ന അഡ്വക്കേറ്റ് ടി അസഫ് അലി സാർ, അദ്ദേഹം ഫേസ്ബുക്കിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വളരെ മൂർച്ചയേറിയ വാക്കുകളിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു മനുഷ്യസ്നേഹിയുടെ, ഒരു പിതാവിൻ്റെ, ഒരു തലമുറയെക്കുറിച്ചുള്ള ഭാരം വഹിക്കുന്ന നിലയിലുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മനസ്സിലെത്തിയ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകളെ അടിച്ചൊതുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വളരെ തറപ്പിച്ച് പറയുന്നു. മുൻപുണ്ടായ ഒരു അനുഭവം, അദ്ദേഹം DGP ആയിരുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം DGP ആയിരുന്നു. എറണാകുളത്ത് ഒരു നൈജീരിയക്കാരനിൽ നിന്ന് കൊക്കൈൻ കൊണ്ടുവന്ന ഒരു സിനിമാ താരം ഉൾപ്പെടെ കുറേ പേരെ ലോഡ്ജിൽ നിന്ന് പിടിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ ജാമ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിലയിരുത്തലുകളും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഈ DGPയോട് ചോദിച്ചു, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നെല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള സിനിമാ താരത്തെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല, ആ നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം, അവരെയും കൂടി ജയിലിലടയ്ക്കണമെന്ന് ഈ DGP പറഞ്ഞു. അതിനെല്ലാ ക്രമീകരണങ്ങളും അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അദ്ദേഹം കൊടുക്കുകയും കേരളത്തിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം ആഫ്രിക്കയിൽ പോയി കൊക്കൈൻ കൊണ്ടുവന്ന വ്യക്തിയെ നൈജീരിയയിൽ പോയി അറസ്റ്റ് ചെയ്ത് ഈ സിനിമാ താരത്തോടൊപ്പം ജയിലിലടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് അന്നേരം കണ്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് ജഡ്ജിയായിരുന്ന കമാൽ പാഷ ഇവർക്ക് ജാമ്യം കിട്ടേണ്ട കാര്യത്തെക്കുറിച്ചുള്ള വാദം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കൊടുത്തുകൂടാ എന്ന് കമാൽ പാഷ പറഞ്ഞതായിട്ടും ഈ മുൻ DGP ആയിരുന്ന ഈ സാറ് ആ വീഡിയോയിലൂടെ പറയുന്നു. ഇവിടുത്തെ നാർക്കോട്ടിക് സെല്ല് വളരെ സ്ട്രോങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഏതോ ഒരു അജ്ഞാതമായ കേന്ദ്രം, ഒരു ശക്തി, ഒരു രാഷ്ട്രീയ ആളുകൾ ഈ അജ്ഞാത ശക്തിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇവിടെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റെയും നാർക്കോട്ടിക് സെല്ലിനെയെല്ലാം അവരുടെ സ്വാതന്ത്ര്യം ഒരു ബ്ലോക്ക് ചെയ്യുന്ന മാതിരി, ശരിയായ നിലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത മാതിരി ഒരു കൂച്ചുവിലങ്ങ്, ഒരു ബന്ധനം മാതിരി വെച്ചിരിക്കുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. കേരള പോലീസിലെ നാർക്കോട്ടിക് സെൽ എന്ന് പറയുന്നത് വളരെ ശക്തരായ, പ്രഗത്ഭരായ, കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. അവർക്ക് ശരിയായ നിലയിലുള്ള സ്വാതന്ത്ര്യവും അധികാരവും കൊടുത്താൽ തടിച്ചു കൊടുത്ത ഈ മാഫിയകളെ അവരെ ചില ദിവസങ്ങൾക്കുള്ളിൽ പിടിക്കുകയും ഈ ഒരു നാശകരമായ ദുരവസ്ഥ അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. തലമുറയെ നശിപ്പിക്കുന്ന മാരക വസ്തുക്കൾ നമ്മുടെ കലാ കേന്ദ്രങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ സുലഭമായി വിൽക്കപ്പെടുന്നു. എന്നാൽ വിദ്യാലയത്തിന് സമീപം ഒരു പെട്ടിക്കട നടത്തുന്ന ഒരു വ്യക്തി ഒരു സിഗരറ്റ് വിറ്റാൽ പോലീസുകാർ വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്നാൽ തലമുറയെ ബാധിക്കുന്ന, മനുഷ്യരെ നശിപ്പിച്ച് കളയുന്ന ഈ കൊക്കൈൻ, MDMA, കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന മാഫിയകളെ പിടിക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ ആർക്കും സാധിക്കാതെ പോകുന്നു. അവരെ തൊടുന്നില്ല. പൊതുസമൂഹത്തിൽ മാരകമായ വിഷം വിതറിക്കൊണ്ടിരിക്കുന്ന, യുവജനങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാഫിയയുടെ പിന്നിൽ ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം അതിന് ചില കാര്യങ്ങളെല്ലാം നിരത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ പൂർണ്ണമായ വാക്കുകളിലേക്കും അദ്ദേഹത്തിൻ്റെ ശരങ്ങൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് കുറച്ച്
രാഷ്ട്രീയപരമായ കാര്യങ്ങളും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇന്നലെ മലയാള മനോരമ ഓൺലൈൻ ന്യൂസിൽ വന്ന മറ്റൊരു കാര്യം ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി. അവരേകദേശം 12ഓളം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. യുവജനങ്ങൾ 20, 22, 25 വയസ്സ് പ്രായമുള്ള 12ഓളം ആളുകൾ. ഒരു രസത്തിന് ഒരു ദിവസം ഒരു കഞ്ചാവിൻ്റെ ഒരു സിഗരറ്റ് ഒരു പുക വീതം ഇവർ മാറി മാറി 12 പേരും എടുത്തു. ഒരു സിഗരറ്റ് 12 പേര് കൂടി എടുത്തു. ഒരു തമാശയ്ക്ക് എടുത്തതാണ്, ഒരു രസത്തിന് വേണ്ടിയിട്ട്, ഒരു എന്താണെന്നും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ട് ചെയ്തതാണ്. അങ്ങനെ അവർ അതെടുത്തു. പിന്നീട് 12 പേർക്കും ഓരോ സിഗരറ്റ് വേണ്ടി വന്നു. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എണ്ണം കൂടി. ഒരാൾക്ക് ഒന്നിലധികം സിഗരറ്റ് ആവശ്യമായ നിലയിലേക്ക് വന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എങ്ങനെയാണ്: ഞങ്ങൾ ചെറിയ കാറ്ററിംഗ് സർവീസ് വർക്കുകൾക്കെല്ലാം പോകുമായിരുന്നു, ചെറിയ എല്ലാം വിലക്കെല്ലാം പോകുമായിരുന്നു. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഇതിനകത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ അളവ് ഡോസ് കൂട്ടേണ്ടതായിട്ട് വന്നപ്പോൾ, ഇത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണല്ലോ, ആദ്യം എടുക്കുന്ന ആ ഒരു ഡോസിൽ പിന്നെ കാര്യങ്ങൾ നിൽക്കാതെ വരും. തലച്ചോറ് പിന്നെ കൂടുതൽ ആവശ്യപ്പെടും. മാരകമായ നിലയിലേക്ക് മദ്യപാനികളൊക്കെ പോകുന്നത് അങ്ങനെയാണല്ലോ. ആദ്യം ഒരു ചെറിയ ഒരു തമാശയ്ക്ക് വേണ്ടി, ഒരു ഫംഗ്ഷന്, ഒരു വീടുകരി താമസത്തിന്, ഒരു കല്യാണത്തിന് ഒരു ചെറിയ ഒരു ഔൺസ് അല്ലെങ്കിൽ എന്താ പിന്നെ പറയാം ഒരു പെഗ് അതെല്ലാം എടുക്കും. എന്നാൽ പോകെ പിന്നെ അത് ലിറ്റർ കണക്കിന് കുപ്പികളിലേക്കെല്ലാം മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് സ്ത്രീകളും ആ രംഗത്ത് വർദ്ധിച്ചു വരുന്നു. ഫേസ്ബുക്ക് വഴിയൊക്കെ നിറയെ അത് കാണുന്നു. അപ്പോൾ ഇദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് എങ്ങനെയാണ്: ഞങ്ങൾക്ക് 12 പേർക്കും കിട്ടുന്ന വരുമാനം കൊണ്ട് തികയാതായി. ഞങ്ങൾക്ക് ഈ മയക്കുമരുന്ന് വാങ്ങുവാനുള്ള പണം കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ബൈക്ക് മോഷ്ടിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇവർ ഗ്രൂപ്പായിട്ട് നിന്ന് ബൈക്ക് മോഷ്ടിക്കും. ആ ബൈക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് 50 ഗ്രാമോ 100 ഗ്രാമോ കഞ്ചാവ് കിട്ടും. അതുകൊണ്ട് അവർ ചിലവഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഞ്ചാവ് വിൽക്കുന്ന ആൾക്കാർ എന്തിനാണ് ഈ ബൈക്ക് വാങ്ങുന്നത്? അവർക്ക് മറ്റൊരാളുടെ ബൈക്കിൽ പോയി ബിസിനസ് നടത്താൻ ഈസിയാണല്ലോ. കാരണം ബൈക്ക് പിടിച്ചാലും അവർ പിടിക്കപ്പെടുന്നില്ലല്ലോ. ആ ഒരു നിലയിൽ ബൈക്ക് മോഷ്ടിച്ച് അവർ കൊണ്ടുവരുന്നു. പിന്നീട് അളവിൻ്റെ തോത് വർദ്ധിക്കും തോറും പിടിച്ചുപറിയിലേക്കും മാല പിടിച്ചുപറിയിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ എത്രയോ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ എത്രയോ കൊലപാതകങ്ങൾ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ നടന്നു. ആർക്കാണ് ഒരു വേദനയുള്ളത്? ആർക്കാണ് ഒരു വിഷമമുള്ളത്? എത്രമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു. ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾ കൊല്ലുന്നു. അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കൊല്ലുവാനും അല്ലാതെ കള്ളം വരുന്നില്ല. പിശാച് വരുന്ന കൊലപാതകങ്ങൾ നടത്തുവാനാണ്. എന്നാൽ ജീവൻ കൊടുക്കുവാനായിട്ട് യേശു വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വലിയ ഒന്നുമില്ലാതിരിക്കുന്ന ചില പാത്രങ്ങൾ, അതായത് ചില യുവജനങ്ങൾ, അവർ സാധാരണ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, ആ നല്ല പാത്രങ്ങളെല്ലാം പിശാച് പിടിച്ചിട്ട് അതിനെ മോശമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കഞ്ചാവും മയക്കുമരുന്നും എല്ലാം കൊടുത്ത് സാമൂഹിക പ്രതിബദ്ധത എല്ലാം നഷ്ടപ്പെട്ട് സമൂഹത്തെ വാർത്തെടുക്കേണ്ട യുവതലമുറ സമൂഹത്തിന് ദോഷം വരുന്ന നിലയിൽ പ്രവർത്തിക്കുകയും അവർ ജയിലറകളിൽ പോകേണ്ടതായിട്ട് വരികയും അവരുടെ കരിയർ, അവരുടെ ഭാവിയെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ഒരു വചനം യെഹെസ്കേലിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ദൈവം പ്രവാചകനോട് പറയുകയാണ്: എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം ഇങ്ങനെ കൊലപാതകളായിത്തീരുന്ന, ഇങ്ങനെ ദുർമാർഗത്തിലേക്ക് പോകുന്ന യുവജനങ്ങളോ മനുഷ്യരോ നശിച്ചു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല. ദുഷ്ടൻ മരിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ചീത്ത പാത്രങ്ങൾ നന്നാക്കിയെടുക്കണം. ഇത് അവർ മനം തിരിയണം. അവർ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് അവൻ മാനസാന്തരപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ്. എന്നാൽ നല്ല പാത്രങ്ങളെ പിശാച് ചീത്തയാക്കി കളയുമ്പോൾ ചീത്തയായ പാത്രങ്ങളെ നന്നാക്കിയെടുക്കുന്ന ഒരു നല്ല ദൈവം, അതാണ് കർത്താവായ യേശുക്രിസ്തു. അവിടെ വീണ്ടും ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദുഷ്ടന്മാർ മരിക്കണമെന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിന്ത അതല്ല. ഒരു ദുഷ്ടൻ, ഒരു കൊള്ളരുതാത്തവൻ, സമൂഹം അവനെ ഒറ്റപ്പെടുത്തുകയാണ്. MDMA കേസിൽ പിടിക്കപ്പെട്ട ഒരുത്തൻ ഒരു തവണ ഒരു ചെറിയ ഒരു ഗ്രാമോ 2 ഗ്രാമോ കൈവശം വെച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായി ജയിലിൽ പോകേണ്ടി വന്ന ഒരുത്തൻ. പിന്നീട് സമൂഹം അവനെ കാണുന്നത് അവൻ കഞ്ചാവടിക്കുന്നവൻ, അവൻ കൊള്ളരുതാത്തവൻ, സമൂഹത്തിന് വേണ്ടാത്തവൻ. സമൂഹം അവനെ ഒറ്റപ്പെടുത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ മരണമല്ല, അവൻ്റെ ഒരു വീണ്ടെടുപ്പാണ്. അവൻ അതിൽ നിന്ന് മനം തിരിഞ്ഞ് അവൻ ആ പാപ വഴികളെ വിട്ട് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു.
ഇവിടെയുള്ള എല്ലാ വേദങ്ങളും പറയുന്ന ദുഷ്ടന്മാർ മരിക്കണം, നീതിമാന്മാരെ രക്ഷിക്കണം. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് യേശു വന്നത്. എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും പാപി മരിക്കണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേര് വിളിക്കണം. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനായിട്ടല്ല, ഞാൻ വന്നത് പാപികളെ വിളിക്കുവാനായിട്ടാണ്. ഒരു പാപി മനംതിരിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള രക്ഷ സ്വീകരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം മാറുന്നു, അവൻ്റെ ജീവിത രീതികളെ മാറുന്നു, അവൻ സമൂഹത്തിന് കൊള്ളാകുന്ന ഒരുവനായിട്ട് തീരുന്നു. എന്നാൽ ഇന്നും നടക്കുന്നത് വളരെ മോശകരമായ ഒരു അവസ്ഥയാണ്. കേരളത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ നടക്കുന്നത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. ആളുകളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു. അവിടെ ഇവിടേക്ക് ഇരുന്ന് പ്രതികരിച്ചാലും അതിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്യ ആരാധനകൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യുവജനങ്ങൾ വഴിപിഴച്ചു പോകുന്നതിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? സുവിശേഷം അറിയിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈമാണിപ്പോൾ. ആളുകൾ മാനസാന്തരപ്പെടണം. നമുക്കൊരു വിചാരമുണ്ട്, ഇവരോടൊക്കെ പോയി എങ്ങനെ സുവിശേഷം പറയാൻ പറ്റും? ഇവരോടൊക്കെ സുവിശേഷം പറഞ്ഞാൽ ആര് മാനസാന്തരപ്പെടും? മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുമ്പോൾ അവർ മനംതിരിയും. നമ്മുടെ കഴിവുകൊണ്ടല്ല, നാം ദൈവവചനത്തെ പ്രസംഗിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ രൂപാന്തരം വരും, അവർ വിശ്വസിക്കും, അവർ പാപിയാണെന്ന് ബോധം വരും. അപ്പോൾ പാപവഴികളെ വിട്ട് തിരിയുന്നത് കാണുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ടായി. ചില ദിവസങ്ങൾ പ്രാർത്ഥനയിലെ കുറച്ച് ശബ്ദത്തിലൊക്കെ പ്രാർത്ഥിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ കുറേ ചെറിയ ഡിസ്റ്റർബൻസ് എല്ലാം വന്നു, സോറി. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നാം എല്ലാവരും അയക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ഈ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോ സഭകൾക്കും ഈ ഉത്തരവാദിത്തമുണ്ട്. പരമാർത്ഥ ഹൃദയത്തോടെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം, അവൻ യേശുവിലേക്ക് വരണം എന്നാഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം സുവിശേഷം അറിയിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാപം പിടിച്ച ലോകത്തിലേക്ക്, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലേക്ക്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ദുഷ്ടൻ വസിക്കുന്ന ലോകത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 31 വയസ്സ് വരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. ഒടുവിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ കയറി മരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവനെ വിസ്തരിച്ച കോടതികളൊക്കെ പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവൻ്റെ വായിൽ വഞ്ചനയില്ല, ഇവൻ എന്ത് ദോഷം ചെയ്തു എന്ന് അന്നത്തെ പരമോന്നത നീതിന്യായ വ്യവസ്ഥയായ കോടതിയായിരുന്ന റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് ചോദിച്ചു. കുറ്റം ചെയ്യാത്തവനെ വിട്ടയക്കണമെന്നുള്ള വ്യവസ്ഥ നിലവിലുള്ള രാജ്യമാണ് എല്ലാ രാജ്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഭരണഘടന. എന്നാൽ സംഭവിച്ചത് കർത്താവായ യേശുക്രിസ്തു പാപം ചെയ്യാതിരുന്നിട്ടും ദോഷം ചെയ്യാതിരുന്നിട്ടും നമുക്ക് വേണ്ടി അവൻ ക്രൂശിക്കുവാൻ നിർബന്ധിതനായി തീർന്നു. അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നാം അനുഭവിക്കേണ്ടതായിട്ടുള്ള നരകത്തിൻ്റെ അവസ്ഥ അത് കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. നമുക്ക് പകരമായിട്ട് അവൻ നരകത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. അവനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം അവനെ ദൈവം കൈവിട്ട് കളഞ്ഞു. അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ ചോദിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അതെ, പാപത്തിൻ്റെ നേരെ മുഖം മറയ്ക്കുന്ന ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ദൈവം, എന്നാൽ പാപത്തെ വെറുക്കുന്ന ദൈവം. സകല മനുഷ്യരുടെയും പാപം പിതാവായ ദൈവം പുത്രൻ്റെ മേൽ ചുമത്തിയപ്പോൾ, അവനെ നിത്യ നരകത്തിലേക്ക് ഇട്ടുകളഞ്ഞപ്പോൾ, സകലരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ പിതാവായ ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞ എന്തെന്ന് പുത്രൻ ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ജനം ചുറ്റും നിന്നുകൊണ്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ കണ്ട് വിശ്വസിക്കാം. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവർ വിശ്വസിച്ചില്ല. കുരുടനെ കാഴ്ച കൊടുത്തിട്ട് വിശ്വസിച്ചില്ല. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് വിശ്വസിച്ചില്ല. എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, കർത്താവ് ചെയ്തതെല്ലാം എഴുതി വെച്ചാൽ, ഈ ഭൂമിയിലുള്ള എത്രമാത്രം ബുക്കുകൾ മുഴുവൻ എഴുതി വെച്ചാലും തീരാത്തത്ര അത്ഭുതങ്ങൾ അവൻ ചെയ്തു. അവർ വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോൾ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ അവൻ പറയുകയാണ്, നീ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. കർത്താവായ യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ നമുക്ക് രക്ഷ സാധ്യമാകുമായിരുന്നില്ല. കാരണം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിന്മേൽ മരിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നാം നിത്യനരകത്തിലേക്ക് പോകാതിരിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ചു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തി. ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര,
നീ ഒരുപക്ഷെ യാദർശികമായിട്ടായിരിക്കാം ഈ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാണുന്നത്. നീ ഈ വീഡിയോ കാണുമ്പോൾ നിൻ്റെ മനസ്സൊന്ന് തുറക്കുമോ? നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നീ ഏത് വഞ്ചകനായിക്കോട്ടെ, ഏതൊരു കൊള്ളക്കാരനായിക്കോട്ടെ, ഏത് ദുഷ്ടനായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നീ നിൻ്റെ വഴികളെ വിട്ട് തിരിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി നീ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന് എനിക്ക് പകരമായിട്ട് മരിച്ചുവെന്ന് ഞാൻ ഇന്ന് ആ വചനത്തെ കേട്ടിരിക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കണമെന്ന് നീ പറഞ്ഞാൽ കർത്താവ് യേശു നിൻ്റെ ഉള്ളിലേക്ക് വരും, നിനക്ക് സമാധാനം തരും. നീ കഞ്ചാവടിച്ച്, മയക്കുമരുന്നടിച്ച്, നീ വഞ്ചനയിൽപ്പെട്ട്, ബൈക്ക് മോഷ്ടിച്ച്, മാല പൊട്ടിച്ച്, നീ പോലീസുകാരുടെ ഇടികൊണ്ട് ജയിലിൽ കിടക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ നിനക്കൊരു അവസരം ഇങ്ങനെ തരുന്നത്. എന്നാൽ നീ വചനം കേൾക്കുമ്പോൾ നിന്നെ തന്നെ താഴ്ത്തി, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമോ, തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തെ അവൻ മാറ്റും. നീ സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരുവനായിട്ട് മാറും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നിന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് അവൻ കഴുകി പുതിയ സൃഷ്ടിയാക്കി മാറ്റും. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുക മാത്രമല്ല, അവൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ റോമൻ ഗവൺമെൻറ് മുദ്ര വെച്ച, പടയാളികൾ കാവൽ നിന്ന, വലിയ കല്ലുരുട്ടി ആ കല്ലറയ്ക്ക് സമീപം വെച്ചിരുന്ന ആ കല്ലറയ്ക്കുള്ളിൽ നിന്ന് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാർക്കെല്ലാം വെളിപ്പെട്ടു. ഒടുവിൽ അവൻ മേലേക്ക് കയറിപ്പോയി, ആകാശത്തിലേക്ക് കയറിപ്പോയി. ഇത് നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു താൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരാനുള്ള സമയമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ മാനസാന്തരപ്പെടുക. നാളെയുള്ള ദിവസം നാളെ എന്ന് പറയുന്നത് നിനക്കുള്ളതാണോ എന്ന് അറിയില്ല. എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷയുടെ ദിവസമാണ്. യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് നീ മുഴങ്കാലിൽ നിന്ന് കർത്താവിനോട് പറയുമോ? നിന്റെ ഹൃദയപരമാർത്ഥത്തോടെ നീ നിലവിളിക്കുമോ? നീ എവിടെ ഇരുന്നാണ് ഈ വചനം കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ വചനത്തിന്മേൽ ക്രിയ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് നീ കേൾക്കുമ്പോൾ നിന്നെ തന്നെ താഴ്ത്തുമെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നെ രക്ഷിക്കുന്നതായിരിക്കും. നിൻ്റെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. ഈ ഭൂമിയിലും സ്വർഗത്തിലും നിനക്ക് ഒരു വാസന ലഭിക്കും. പിശാച് നശിപ്പിച്ച് കളയുന്ന, പിശാച് ചീത്തയാക്കി കളയുന്ന പാത്രങ്ങളെ നന്നാക്കിയെടുക്കുവാൻ യേശു വന്നു. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കൊല്ലുവാനും ദുഷ്ടം വരുമ്പോൾ, പിശാച് വരുമ്പോൾ ജീവൻ കൊടുക്കുവാൻ, സമൃദ്ധിയായിട്ട് ജീവൻ കൊടുക്കുവാൻ യേശു വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന് നീ പറയുമെങ്കിൽ കർത്താവ് നിൻ്റെ ഉള്ളിലേക്ക് വരികയും നിൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ ദൈവമകനാക്കി തീർക്കുകയും ചെയ്യും, നിന്നെ ദൈവമകളാക്കി തീർക്കുകയും ചെയ്യും. ഇനി വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട അങ്ങയുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേരളത്തിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ ഞെട്ടിക്കുന്നു കർത്താവെ. യുവതലമുറയെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. ഈ ജനറേഷൻ ഇങ്ങനെ പോയാൽ ദൈവമേ, നിരപരാധിയായ കുഞ്ഞുങ്ങളും കൂടി അതിൽ പെട്ടുപോകുന്നു കർത്താവെ. ഒരു തമാശന് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടി അവർക്ക് സ്വർഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിശാച് അവരെ വഞ്ചിക്കുന്നു കർത്താവെ. പിശാചിന് എന്തായാലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. എന്നാൽ അവൻ സ്വർഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വഞ്ചിക്കുന്നതിനെ കാണുന്നല്ലോ കർത്താവെ. ദുഷ്ടൻ്റെ കയ്യിൽ നീ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ കർത്താവെ. യേശുവിൻ്റെ ക്രൂശിലേക്ക് നീ അവരെ ആകർഷിക്കണമേ കർത്താവെ. അവർ ഈ വചനം കേൾക്കുമ്പോൾ മനം തിരിഞ്ഞ് ദുഷ്ടൻ തൻ്റെ വഴികളെ വിട്ട് തിരിയുന്നത് കർത്താവെ നീ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. അവൻ്റെ മരണത്തിലല്ലോ അങ്ങേക്ക് പ്രസാദമുള്ളത് കർത്താവ്. ഈ വചനം അറിയിക്കുവാൻ എളിവിന് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. വിശേഷ ഈ ചാനലിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ മേൽ അങ്ങയുടെ ആശീർവാദങ്ങൾ ചൊരിയണമേ കർത്താവെ. കൃപ കാണിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.